ത്രിയേകദൈവത്തിന് സ്തുതി. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം 13 അധ്യായം 13 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഞാൻ ഇന്ന് നിങ്ങളുമായി കുറച്ചു നേരം ചിന്തിക്കാൻ പോകുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. പാപത്തിൻ്റെ പടികുഴയുന്ന നമ്മെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തു ആവുന്ന ഉറപ്പുള്ള പാമയെ നിർത്തിയ സ്നേഹം. അവൻ നമ്മെ സ്നേഹിച്ചത് തൻ്റെ ജീവൻ നമുക്ക് ദാനമായി നൽകിയിട്ടാണ്. യേശു നമ്മെ പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ്. സഭാപിതാക്കന്മാർ സ്നേഹത്തെ പറ്റി പഠിപ്പിക്കുന്നത് അതൊരു കഴിവോ ബഹുമതി ആയിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ്. വലിയ നോമ്പിലൊരു പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നു: പിതാവേ, ക്ഷമിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ. നാം എന്തൊക്കെ നേടിയാലും നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എങ്കിൽ നാം ചെയ്യേണ്ട ഒരർത്ഥവുമില്ല. തിരുവെഴുത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സഹോദരന് വീഴ്ച സംഭവിച്ചാൽ സാരമില്ലാതെ സഹോദരൻ എന്ന് പറഞ്ഞ് കൂടുന്നതാണ് സ്നേഹം. അതിൽ കൂടുതൽ സന്തോഷം അവന് മറ്റൊന്നുമില്ല. മുടിയനായ പുത്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ സ്നേഹവാനായ അപ്പൻ ആ മകനെ ആട്ടിപ്പായിക്കല്ല ചെയ്തത്, മറിച്ച് സ്നേഹത്തോടെ വീട്ടിൽ കുളിച്ചു കൊണ്ടുപോയ നാം കാണുന്നു. നാം പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ തള്ളിക്കളയാതെ തേടി വന്ന് കൂടെ നിർത്തി നല്ല സ്നേഹിതനാണ് നമ്മുടെ ദൈവം. ആകയാൽ പരസ്പരം സ്നേഹിക്കാൻ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.